സഹകരണ വകുപ്പിൽ തീവെട്ടിക്കൊള്ള എന്ന ആരോപണം കടുപ്പിക്കാൻ പ്രതിപക്ഷം. പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന കരാറിൽ 700 കോടി രൂപയുടെ വെട്ടിപ്പുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി ആരോപിച്ചത്. നേരത്തെ ടാറ്റ കൺസൾട്ടൻസിക്ക് നൽകിയ കരാർ റദ്ദാക്കി CPIM നിയന്ത്രണത്തിലുള്ള ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന് കരാർ നൽകാനാണ് സർക്കാർ തീരുമാനം. ടെൻഡറിൽ പുതിയ വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്തും എന്നും ചെന്നിത്തല ആരോപിച്ചിരുന്നു. ഇന്ന് കൂടുതൽ തെളിവുകൾ പുറത്തുവിടാനാണ് ചെന്നിത്തലയുടെ നീക്കം. റോഷിപാൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. റോഷിപാൽ, ഇന്നലെ നമ്മൾ കണ്ടതാണ് സർക്കാരിനെതിരെ വളരെ ഗൗരവതരമായ ഒരു അഴിമതി ആരോപണമാണ് ഈ നിർണായകമായ പ്രചരണ ഘട്ടത്തിൽ തന്നെ ചെന്നിത്തല പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് മറുപടി പറയാതെ CPIM-നോ LDF-നോ കടന്നുപോകാൻ കഴിയുന്നതല്ല. ഇനിയിപ്പോൾ ഇതാ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ പോകുന്നു, അല്ലേ? ആര്യ, ശ്രുതി, ഇന്നലെ 700 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉയർത്തിയത്. സഹകരണ വകുപ്പ് കഴിഞ്ഞ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ സോഫ്റ്റ്വെയർ, അത് സ്വതന്ത്ര സോഫ്റ്റ്വെയറാണ്, പൊതു സോഫ്റ്റ്വെയർ. നിലവിൽ പല പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും സ്വന്തം സോഫ്റ്റ്വെയറുകളുണ്ട്. അത് ഒറ്റ സോഫ്റ്റ്വെയറാക്കി മാറ്റാനുള്ള തീരുമാനമായിരുന്നു. അതിൻ്റെ ഭാഗമായി ആദ്യ ടെൻഡറിൽ ടാറ്റ കൺസൾട്ടൻസിക്ക് 206 കോടി രൂപയ്ക്കാണ് ടെൻഡർ നൽകിയത്. പിന്നീട് പൊടുന്നനെ ആ ടെൻഡർ മാറ്റുകയാണ്. വീണ്ടും ടെൻഡർ വിളിക്കുന്നു. ആ ടെൻഡറിൽ കടുത്ത വ്യവസ്ഥകൾ വെക്കുകയാണ്. ആ ടെൻഡറിൽ വ്യവസ്ഥകൾ വെച്ചതോടെ വലിയ പരിചയസമ്പത്തുള്ള കമ്പനികൾക്ക്, IT കമ്പനികൾക്ക് ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ടാറ്റ കൺസൾട്ടൻസി ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. നേരെ മറിച്ച് ദിനേശ് ബി ഡി അടക്കമുള്ള വലിയ പരിചയസമ്പത്തില്ലാത്ത കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുത്തത്. അങ്ങനെ CPM നിയന്ത്രണത്തിലുള്ള ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന് ഈ കരാർ ലഭിക്കുകയാണ്. അതിൽ 700 കോടിയുടെ സാമ്പത്തിക നഷ്ടം സംസ്ഥാന സർക്കാരിനുണ്ടാകുമെന്ന ആരോപണമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. 206 കോടി രൂപയ്ക്ക് നൽകിയ കരാറ് നേരെ അതിൻ്റെ 4 ഇരട്ടി തുകയ്ക്ക് അത് ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന് നൽകുന്നു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ഈ കാര്യത്തിൽ അന്വേഷണം വേണം. ഈ ടെൻഡർ നടപടികൾ പൂർണ്ണമായും റദ്ദാക്കണമെന്ന ആവശ്യം കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ഇന്ന് പുറത്തുവിടുമെന്നും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി ആരോപണം ഉന്നയിക്കുമ്പോൾ അത് സംബന്ധിച്ച കരാറുമായി ബന്ധപ്പെട്ട ഒട്ടേറെ രേഖകളും രമേശ് ചെന്നിത്തല പുറത്തുവിട്ടതാണ്. അതിൻ്റെ സർക്കാർ ഉത്തരവുകൾ, പുതുക്കിയ ടെൻഡറിൻ്റെ വ്യവസ്ഥകൾ, അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ രേഖകളാണ് പുറത്തുവിട്ടത്. അതുകൊണ്ട് അതിൻ്റെ തുടർ രേഖകൾ ഇന്ന് പുറത്തുവിടും. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ ടെൻഡർ പൂർണ്ണമായി റദ്ദാകും. അതിൻ്റെ നടപടിയുടെ ഭാഗമായ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശ്രുതി, ആര്യ. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. റോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗൗരവതരമായ ഒരു അഴിമതി ആരോപണം, 700 കോടിയുടെ ആരോപണമാണ് ഇപ്പോൾ ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതിൽ കൂടുതൽ രേഖകൾ സഹിതമാണ് ഇന്ന് ചെന്നിത്തല പുറത്തുവിടാൻ പോകുന്നത്.